ഇളം കൈകളാൽ പൊൻവിത്ത് പാകിയ കുട്ടിക്കിടാങ്ങളെ ഓർമ്മ വേണം. മരിച്ചാൽ പോലും പത്രത്തില് പേര് വരില്ല, ഫോട്ടോ വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാന്. ഹലോ, അറിയോ? അറിയോ? കളറുകളും ചിത്രങ്ങളും അവർക്ക് കൂടുതൽ ഇഷ്ടം. ഷൂട്ട് ചെയ്യാൻ ട്ടാ. ഇതൊക്കെ ഷൂട്ട് ചെയ്യാണ്. ഇവിടുന്ന് ഓരോ വർഷവും വന്നു പോകുന്ന എന്റെ കുഞ്ഞുമക്കളാ. എന്താണെങ്കിലും ടീച്ചറിന്റെ ഈ വീഡിയോ പോലെ ഒരു സൂത്രമുണ്ട്. നമസ്കാരം, ESP മീഡിയയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇബ്രു. ഇന്ന് ഞാൻ നിൽക്കുന്നത് കോലഞ്ചേരിക്ക് അടുത്ത് വടയമ്പാടി ഗവൺമെൻറ് LP സ്കൂളിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ വരാനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട്സിനും എനിക്കറിയാവുന്നവർക്കുമായിട്ട് ഒരാൾ മെസ്സേജ് അയച്ചു എൻ്റെ ഫോൺ നമ്പറിന് വേണ്ടിയിട്ട്. അത് ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ശ്രീജ മേഡമാണ്. എന്തിനാണ് ആ നമ്പർ അയച്ചത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ അവരോട് ചോദിച്ചു എന്തിനാണ് എൻ്റെ നമ്പർ ചോദിച്ചത് എന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് നമുക്കത് കൊടുക്കാം, കുഴപ്പമില്ല, കൊടുക്കണേന് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീജ മേഡം ഒരുപാട് പടം വരയ്ക്കും, ഇലയിലും അതുപോലെ ഭിത്തികളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പടങ്ങളൊക്കെ വരയ്ക്കുന്ന ഒരു കലാകാരിയാണ്. ആ കലാകാരിക്ക് ESP മീഡിയയിൽ വരണം എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ HM ആയിട്ട് സംസാരിച്ചു. HMനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു പിന്നെ സ്കൂളിലെ ഭിത്തികളിലൊക്കെ ഒരുപാട് പടം വരച്ചിട്ടുണ്ട്, നന്നായിട്ട് സ്കൂളിലെ കുട്ടികൾക്കൊക്കെ പടം വരച്ചും അതുപോലെയുള്ള രീതിയിൽ മാതൃകപരമായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ ശ്രീജ മേഡത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ശ്രീജ മേഡത്തിന് അറിയില്ല ഞാനിന്ന് ഇവിടെ വരും എന്നൊന്നും, എൻ്റെ നമ്പറിൽ വിളിച്ചിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് നമ്പർ കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് HMനോട് ആദ്യം അനുവാദം ചോദിച്ചിട്ട് നമുക്ക് വരാം. ഇതാണ് HMൻ്റെ ഓഫീസ്. HM അവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഒരു ഇബ്രു, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, അറിയോ? ഇത് മേക്കാണ്. ഓക്കെ, ഞാൻ മറ്റേ ശ്രീജ മേഡത്തിൻ്റെ വീഡിയോ ചെയ്യണ കാര്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ടീച്ചർ ക്ലാസ് റൂമിലാണോ അതോ? ടീച്ചർ ക്ലാസ്സിലാണ്. ആണ്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ വന്ന് എടുക്കണേന് വലിയ കുഴപ്പം അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇപ്പം ക്യാമറ ഒക്കെ ഓണാണ് കേട്ടോ. ഇല്ല ഇല്ല, കുഴപ്പമില്ലല്ലോ. ടീച്ചറിന് പേടിയായോ പെട്ടെന്ന് കയറി വന്നപ്പോ? ഇല്ല, കുഴപ്പമില്ല. എന്റെ പേരെന്താ? എന്റെ പേര് ഡാലിയ. ഡാലിയ. എവിടെ സ്ഥലം? എന്റെ വീട് ഇവിടെ അടുത്താ. ഞാൻ വരുമെന്ന് എന്തെങ്കിലും പറയാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് ചിലപ്പോ വന്നേക്കൂന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഇന്ന് വരുമെന്ന് അങ്ങനെ ഒന്നും അറിയില്ല. നമുക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആയിട്ട് അങ്ങോട്ട് ആ ക്ലാസ് റൂമിലേക്ക് പോകാന്നുള്ളൊരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നേക്കണത്. അങ്ങനെ കയറുന്നതിനോ ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്നതിനോ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ടീച്ചറിനെ ഒന്ന് പരിചയപ്പെടാം. എനിക്കൊന്ന് ക്ലാസ് റൂം ഒന്ന് കാണിച്ചു തരണം. ഓക്കെ, ഇവിടുന്ന് ഏതാ ക്ലാസ് റൂം ഏതാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അപ്പോൾ ടീച്ചറെ കണ്ടതിന് എന്തായാലും ഡൗട്ട് തോന്നും. ടീച്ചറെ കണ്ട എന്തായാലും ഡൗട്ട് തോന്നും. ഏതാണെന്ന് പറഞ്ഞു തന്നാൽ മതി. ഇവിടുന്ന് ആദ്യത്തെ റൂമ. ഹലോ, അറിയോ? അറിയോ? എങ്ങനെ അറിയാം? യെസ്, പ്രതീക്ഷിച്ചോ? ഞാൻ ഒരു മിനിറ്റ് മൈക്കൊന്നും ഇവിടെ വെക്കാമോ? ജസ്റ്റ് ഒന്ന് ഹോൾഡ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിൽ കണ്ടപ്പോ ജസ്റ്റ് ഒരു ടീച്ചർ, പ്രിയ ടീച്ചർ ഇങ്ങനെ പറഞ്ഞുള്ളൂ ഇബ്രുവിനെ ഞാൻ എത്തിക്കും, ശ്രീജയനെ പരിചയപ്പെടുത്തുന്നു പറഞ്ഞു. ഇന്നലെ ആർക്കൊക്കെ മെസ്സേജ് അയച്ചു ശരിക്കും പറഞ്ഞ സത്യം. അയ്യോ, കുറെ പേരോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആള് വരുന്നുണ്ട്, എത്തും, പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഒരു നമ്മളെ തേടി വരേണ്ട എന്റെ നമ്പറിന് വേണ്ടിട്ട് കുറെ പേർക്കൊക്കെ മെസ്സേജ് അയച്ചത് എനിക്ക് നമ്മുടെ വടയമ്പാടി സ്കൂളിലെ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് തീരെ ഒത്തിരി കഴിവുകളുള്ള പേരൻസിന്റെ കുഞ്ഞുമക്കൾ, ഒത്തിരി അതിലും കൂടുതൽ കഴിവുള്ള കുഞ്ഞുമക്കളാണ് നമ്മുടെ. അപ്പൊ ഇവരുടെ കഴിവുകളും അതോടൊപ്പം എൻ്റെ ഉറങ്ങി കിടക്കുന്ന കുറച്ച്
ഇതും കൂടി ശരിക്കും ടീച്ചറിന്റെ പടം വരയ്ക്കണതും ഇതൊക്കെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ വിളിച്ചത്? അതെ അതെ. എങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം എന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ള. എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ച ആളോട് ഞാൻ ചോദിച്ചേ ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പ്രിയ ടീച്ചർ എന്നോട് പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് പടം വരക്കും ഇതൊക്കെയാണ്. അപ്പൊ എന്താണ് ഇത്ര വലിയ ഇതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു സ്കൂളിലെ ഭിത്തികളിലൊക്കെ നന്നായിട്ട് പടം വരച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് നേരമായിട്ട് അവിടെ വന്നിട്ട് ഒരു അരമണിക്കൂറിന് വെള്ളമായി. അപ്പൊ ഞാൻ അവിടെ വന്ന് പുറത്ത് പടമൊക്കെ വരച്ചേക്കണ കണ്ടു. അപ്പൊ ഞാൻ നേരെ HM-ന്റെ റൂമിൽ പോയി. അപ്പൊ HM-ന്റെ അനുഭവത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നത്. HM ഇവിടെ വരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തിരിച്ചു പോയി. അപ്പൊ ഇതൊക്കെ എന്താണ് സംഭവം? ഇതൊക്കെ ടീച്ചറിന്റെ കലാവിരുന്നാണോ? അതെ അതെ. ഇതൊക്കെ ഇവരുടെ പ്രത്യേകത കളറുകളും ചിത്രങ്ങളും അവർക്ക് കൂടുതൽ ഇഷ്ടം. ഷൂട്ട് ചെയ്യാൻട്ടാ ഇതൊക്കെ ഷൂട്ട് ചെയ്യാണ്. ആ പറഞ്ഞു അഭിനയിക്കാൻ നമ്മൾ ഇത്തിരി ഇവരെ വെച്ചിട്ടേ ഈ മക്കൾ അതായത് 3-4 വയസ്സുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്ത് ഇരിക്കുന്നത്. അപ്പൊ അവർക്ക് എപ്പോഴും ചിത്രങ്ങളും കളർഫുൾ ആയിട്ടുള്ളതൊക്കെ അവർക്ക് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ ഇവരുടെ സൈറ്റ് എപ്പോഴും ഇങ്ങോട്ടാ. ഞാനിരിക്കുന്നതിനേക്കാളും കൂടുതൽ അവരെപ്പോഴും കാണുന്നത് ഇതാ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ എന്റെ ചിത്രം വരെയൊക്കെ ഇങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത് തന്നെ ഇവിടെ നിന്ന് ഓരോ വർഷവും വന്നു പോകുന്ന എന്റെ കുഞ്ഞുമക്കളാ. സത്യമായിട്ടും നമുക്ക് ടീച്ചറിന്റെ കഴിവാണ് ഇവർക്ക് വേണ്ടി. ഈ ഭിത്തിയിലൊക്കെ വരച്ചേക്കുന്നതൊക്കെ ടീച്ചറാണ്. അതെ അതെ എല്ലാം. അപ്പൊ ഇതിനൊക്കെ എങ്ങനെ സമയം കണ്ടെത്തിയ? അതെന്ന് വെച്ചാൽ അവധി ദിവസങ്ങളും മറ്റേ വെക്കേഷൻ സമയമൊക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അതുപോലെ ഇവിടുത്തെ 2 പ്രധാന മെമ്പർമാര് എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഇവിടെ വന്ന വർഷം മുതൽ അവർ എന്നോടൊപ്പം ഉള്ളവരാ. ഓരോ വർഷം ചോദിക്കും, ചെല്ലുമ്പോഴും ചോദിക്കും, ടീച്ചറെ ഈ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ, ഇതിനു വേണ്ടത് ബ്രഷ് പെയിന്റ് ഇതൊക്കെ മേടിച്ചത് നമ്മുടെ രാജ മെമ്പറും ജോൺ മെമ്പറും. എന്നെ പത്രങ്ങളിൽ ആദ്യമായിട്ട് അറിയിച്ചത്, ഞാൻ മരിച്ചാൽ പോലും പത്രത്തില് പേര് വരില്ല ഫോട്ടോ വരില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഞാന്. കാരണം എന്റെ ചിത്രങ്ങളും ഇതൊക്കെ ഈ ഫോണിനകത്ത് മാത്രമേ ഉള്ളൂ. എന്നെ അടുത്തറിയാവുന്ന ആളുകൾക്ക് മാത്രമേ ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെ സംഭവം ഉണ്ട്, ഇതിന്റെ ഉള്ളിലും എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പം ഇതിനൊക്കെ പുറത്തു കൊണ്ടുവന്ന അവരാ. എന്റെ പേജ് എടുത്ത് നോക്കിയാൽ എന്റെ നമ്പർ ഉണ്ട്. ആണല്ലേ? അത്രയും പേരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പക്ഷേ ഇത്രയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്ന് എനിക്ക് അങ്ങനെ ഒരു ഭീകരനാണെന്ന് ഒത്തിരി അങ്ങനെയല്ല. എന്റെ മനസ്സിൽ നിങ്ങളെ കണ്ടപ്പോ അങ്ങനെയായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പൊ എനിക്ക് പറയാൻ വാക്കുകളില്ല സത്യം. ഇത്രയും പേരൊക്കെ വിളിച്ചപ്പോ എന്നെ കാണാൻ വേണ്ടി ഇത്രയും പേരൊക്കെ വിളിച്ച് നമ്പർ ചോദിക്കുന്നത് എന്നെ ഒരുപാട് പേര് വിളിച്ചു ചോദിക്കാണ്. ഇങ്ങനെ ടീച്ചർ വിളിക്കുന്നുണ്ട്, അതിങ്ങനെ ഇലയില് പടമൊക്കെ വരക്കും, അപ്പൊ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് നമ്പർ കൊടുത്തോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു ചോദിക്കുന്നത്. നമ്പർ കൊടുത്തു, എന്റെ നമ്പർ കൊടുക്കണേനെന്താ എന്റെ പേജിൽ തന്നെ എന്റെ നമ്പർ കിടപ്പുണ്ട്, അപ്പൊ അതെടുത്ത് നോക്കിയാൽ മതിയായിരുന്നു. ഒരിക്കലും നമുക്ക് അത് പറഞ്ഞു. എനിക്ക് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഇച്ചിരി സ്വഭാവം കൂടി ഉള്ളതാണ്. എന്നെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല സ്വഭാവം ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഈ ക്യാമറയൊക്കെ ക്യാമറ വന്നപ്പോ ഒന്ന് ഞെട്ടി. അത് പേടിച്ച്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈ ഫോണിലെ ക്യാമറയിൽ ഞങ്ങൾ കുഞ്ഞു പിള്ളേരും മക്കളും വീഡിയോസും ഫോട്ടോസും എടുക്കല്ലാതെ ഇതുപോലെ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ ആദ്യം. അപ്പൊ എനിക്ക് പേടിയാ. ജസ്റ്റ് എനിക്ക് സംസാരിക്കാനൊക്കെ ഒന്നാമത് നമ്മൾ ഇവരായിട്ടുള്ള മിംഗ്ലിങ് മാത്രമല്ലേ ഉള്ളൂ. നിങ്ങളെ പോലുള്ളൊരു അത് എനിക്ക് ഏറ്റവും സർപ്രൈസ് ആയിട്ട് നിങ്ങൾ വിളിച്ച ഞാൻ മനസ്സിൽ ഓർത്തപ്പോ നിങ്ങൾ എന്റെ മുന്നേ വന്നു. അതാണ് ഇന്നലെ പ്രിയ ടീച്ചർ എന്നെ വിളിച്ചിട്ടുണ്ടായി മറ്റേ കുറ്റ സ്കൂളിലെ. അപ്പൊ ഇങ്ങനെ നന്നായിട്ട് വരക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് ടീച്ചറോട് പറഞ്ഞു. നോക്കട്ടെ ടീച്ചറെ എന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ ടീച്ചറോടും പറഞ്ഞിട്ടില്ല എന്നോട് വരും. ടീച്ചറെങ്ങാനും വിളിച്ച് പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയാതിരുന്നത്. നിങ്ങളെ കലാവിരുന്നൊക്കെ വരച്ചേക്കുന്നത് വീട്ടിലാണോ അതോ ഇവിടെയാണോ? ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവും വീട്ടിലാണോ? ഇവിടെ ഇപ്പൊ ഞാനൊരു ബുക്ക് ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അന്നേരം പോയപ്പോ സെറ്റ് ചെയ്ത് വെച്ചതാ. അപ്പൊ അത് ഇവിടെ ഇരിപ്പുണ്ട്. ഇതിനകത്ത് ഒരിടയ്ക്ക് പത്രത്തിൽ വന്നതൊക്കെയാണ്. ഞാൻ കാണിക്കാം. ഇതൊക്കെ പത്രത്തിൽ വന്നാണല്ലേ? ഇലയിൽ വിരിയുന്നു നാടിന്റെ നായകൻ. ഓഹോ, ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ESP മീഡിയയിൽ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി. ഇലയിൽ പടം വരയ്ക്കുന്ന കരിമോളിലുള്ള ഒരു ഫ്രണ്ട്. അപ്പൊ അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ടീച്ചർ വരച്ചതാണല്ലോ. ഇത് ചെയ്യുന്നതിന്റെ ഇതെന്ന് വെച്ചാൽ ഒരിക്കലും ആകെ ഒരു 3 പേരാ സിനിമ ഫീൽഡിലുള്ളവരുള്ളൂ. ബാക്കി എല്ലാവരും ഏതെങ്കിലും ദിനാചരണവുമായി ബന്ധപ്പെട്ടും കൊണ്ടായിരിക്കും. ഞാൻ അതാണ് കൂടുതൽ കൊടുക്കണേ. അപ്പൊ എന്താണെങ്കിലും ഇവിടെ വന്നു ഞാൻ ഇതിന്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാം.
ഓക്കെ, താങ്ക് യു. വലിയ സന്തോഷം. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഞാൻ ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തോളാം. ബാക്കിയൊക്കെ എടുത്ത് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇനിയിപ്പോ ഇലയിൽ പടം വരച്ചതൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഈ ഒരു കഴിവും പക്ഷേ എന്റെ വീട്ടിലേക്ക് കൂടി ഒന്ന് വരുവായിരുന്നെങ്കിൽ ഏറ്റവും സന്തോഷായേനെ. വീട്ടിലേക്ക് വരണമെങ്കിൽ ഞാൻ ഇനി 1-2 മണിക്കൂർ ഇവിടെ അടുത്ത് തന്നെയാ നമ്മുടെ പീച്ചിങ്ങച്ചിറ എന്ന് പറയും, തൊട്ടടുത്ത്. ഓക്കെ, അപ്പൊ സമയം വൈകില്ല, ഞാൻ ഇവിടെ എത്തിയാൽ മതിയില്ലേ? വീട്ടിലെത്തുമ്പോ എന്നെ വിളിച്ചാൽ മതി. വീട്ടിലെത്തുമ്പോ വിളിച്ചാൽ മതി, ഞാൻ വരും. ആണോ? വരാം. ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിലെ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. ലൊക്കേഷൻ. അപ്പൊ ഞാൻ എന്തായാലും വീട്ടിലേക്ക് വരാം. എന്താണെങ്കിലും ടീച്ചറിന്റെ ഈ വീഡിയോ അയ്യോ പോലെ ഒരു സൂത്രമുണ്ട്. ഹലോ, എത്താറയാ? ഞാൻ ഇവിടെ പീച്ചിഞ്ചിറയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ ഓക്കെ ഓക്കെ, ഞങ്ങൾ എത്താം. ഒരു 10 മിനിറ്റ് കൊണ്ട് എത്താം കേട്ടോ. നീളം കൈകളാൽ പൊൻവിത്ത് പാകിയ കുട്ടിക്കിടാങ്ങളെ ഓർമ്മ വേണം.